ദേശീയപാത 85-ൽ ഇടുക്കി അടിമാലി ലക്ഷം വീട് ഭാഗത്തുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് ദുരിതത്തിലായ കുടുംബങ്ങൾക്ക് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് നൽകിയ ഉറപ്പുകൾ പാഴ്വാക്കായി. വാസയോഗ്യമല്ലാതായി തീർന്ന വീടുകളിൽ നിന്ന് മാറി താമസിക്കുന്നവർക്ക് വാടക നൽകുമെന്നതടക്കമുള്ള ഉറപ്പുകളൊന്നും പാലിക്കപ്പെട്ടില്ലെന്ന് പരാതി. ഉറപ്പുകൾ പാലിക്കപ്പെടുമെന്ന പ്രതീക്ഷയിൽ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് മടങ്ങിയ കുടുംബങ്ങൾ ഇപ്പോൾ ജീവിതം എങ്ങനെ കരപിടിപ്പിക്കുമെന്നറിയാതെ പ്രതിസന്ധിയിലാണ്. 2 മാസങ്ങൾക്ക് മുമ്പായിരുന്നു ദേശീയപാത 85-ന്റെ നിർമ്മാണ ജോലികൾ നടന്നു വന്നിരുന്ന അടിമാലി ലക്ഷം വീട് ഭാഗത്ത് വലിയ മണ്ണിടിച്ചിലുണ്ടായത്. പാതയോരത്ത് നിന്ന് മണ്ണിടിച്ചെത്തിയതോടെ റോഡിന് താഴ്ഭാഗത്ത് ലക്ഷം വീട് ഭാഗത്തുണ്ടായിരുന്ന കുടുംബങ്ങളുടെ കിടപ്പാടം ഇല്ലാതായി. പ്രദേശവാസിയായി ബിജു മരണപ്പെടുകയും ബിജുവിന്റെ ഭാര്യയ്ക്ക് ഗുരുതര പരിക്ക് സംഭവിക്കുകയും ചെയ്തു. 8 വീടുകൾ പൂർണ്ണമായും തകർന്നു. ദുരന്തശേഷം നടന്ന പരിശോധനയിൽ പ്രദേശം മതിയാംവിധം വാസയോഗ്യമല്ലെന്ന് കണ്ടെത്തിയതോടെ ഇവിടെയുണ്ടായിരുന്ന 30ഓളം കുടുംബങ്ങൾ മറ്റിടങ്ങളിലേക്ക് മാറി. ദുരന്തശേഷം ഈ കുടുംബങ്ങളൊക്കെയും ദുരിതാശ്വാസ ക്യാമ്പിലേക്കായിരുന്നു ആദ്യം മാറ്റപ്പെട്ടത്. ക്യാമ്പിൽ തുടരവെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ലഭിച്ച ഉറപ്പിന്മേലാണ് കുടുംബങ്ങൾ മറ്റിടങ്ങളിലേക്ക് മാറാൻ തയ്യാറായത്. എന്നാൽ ഈ ഉറപ്പുകളൊന്നും പിന്നീട് പാലിക്കപ്പെട്ടില്ലെന്നാണ് പരാതി. പ്രാഥമിക സഹായം എന്നുള്ള നിലയിൽ 15,000 രൂപ വെച്ച് മുഴുവൻ കുടുംബങ്ങൾക്ക് കൈമാറാനും വാടകയ്ക്ക് മാറുന്ന 30 വീട്ടുകാർക്ക് വാടക നൽകണമെന്നും അന്ന് തീരുമാനിച്ചിരുന്നു. ഈ തീരുമാനങ്ങളൊന്നും ഈ നാഷണൽ ഹൈവേ ഓഫ് ഇന്ത്യ അതോറിറ്റിയും അതുപോലെ തന്നെ EKK കൺസ്ട്രക്ഷൻ ഗ്രൂപ്പും അംഗീകരിക്കാത്തതിൻ്റെയും നടപ്പിലാക്കാത്തതിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഈ സമരവുമായിട്ട് പോയിട്ടുള്ളത്. ഈ സമരവും സൂചന കൊണ്ട് കണ്ടുപഠിച്ചില്ലെങ്കിൽ അതിശക്തമായ സമരവുമായി മുന്നോട്ട് പോകാനാണ് ഈ സമരസമിതി തീരുമാനിച്ചിട്ടുള്ളത്. വീട് പൂർണ്ണമായി നഷ്ടപ്പെട്ട 8 കുടുംബങ്ങൾ കത്തിപ്പാറയിലുള്ള KCB ക്വാർട്ടേഴ്സുകളിലാണ് താൽക്കാലികമായി കഴിഞ്ഞു വരുന്നത്. മറ്റു കുടുംബങ്ങൾ വാടക വീടുകളിലേക്ക് മാറി. എന്നാൽ ഇവർക്ക് നൽകാമെന്ന് അറിയിച്ചിരുന്ന വാടക സംഭവം നടന്ന് 3 മാസത്തോടടുക്കുമ്പോഴും ലഭിച്ചിട്ടില്ല. കുടുംബങ്ങൾക്കുണ്ടായ നഷ്ടപരിഹാരത്തിന് അനുവാദകമായി ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുമെന്നായിരുന്നു ദുരന്ത സമയത്ത് കുടുംബങ്ങൾക്ക് നൽകിയ മറ്റൊരു ഉറപ്പ്. ഇക്കാര്യത്തിലും പുരോഗതി ഉണ്ടായിട്ടില്ല. നനച്ചിരിക്കാതെ എത്തിയ ദുരന്തം ഉണ്ടായിരുന്നതല്ല നഷ്ടപ്പെടുത്തി. 30ഓളം കുടുംബങ്ങളെ പെരുവഴിയിലാക്കി. അത്താണി നഷ്ടപ്പെട്ട തങ്ങൾക്ക് നൽകിയ ഉറപ്പുകൾ പാലിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്നാണ് കുടുംബങ്ങളുടെ ആവശ്യം. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.